വ്യാജ കമ്പനി മുഖേന വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ് നടന്നു. മുഖ്യപ്രതി ശങ്കർ പോലീസ് പിടിയിലായി. കോട്ടയം സ്വദേശിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും ഏജൻസി മുഖേന റിക്രൂട്ട്മെന്റ് നടത്തി പണം തട്ടിയെന്നാണ് ആരോപണം. ശങ്കർ, ഹരികൃഷ്ണ എന്നിവർ ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ തട്ടിപ്പിൽ മുഖ്യമായും പങ്കെടുത്ത ശങ്കർ അറസ്റ്റിലായി എന്ന് മനസ്സിലാകുന്നു. ശങ്കറും ഭാര്യയും ചേർന്ന് തട്ടിപ്പ് നടത്തി. തട്ടിപ്പിൽ കൂടുതൽ സ്ത്രീകളുണ്ടെന്നും പോലീസ് വിവരങ്ങൾ നൽകുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് എങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കോട്ടയം സ്വദേശി നൽകിയ പരാതിയിൽ മേലാണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപന ഉടമ കൂടിയായ ശങ്കറിനെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ റിമാൻഡിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിനാക്കൽ ഡിജിറ്റൽ മീഡിയ എന്ന കമ്പനിയിൽ നിന്നും യു എയിലേക്ക് മിഷാപ്പ് എന്ന ഡിജിറ്റൽ കമ്പനിയിലേക്കാണ് ജോലി വാഗ്ദാനം ചെയ്യുകയും 2 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കായി ഷാർജയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഒരുപക്ഷെ ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ജോലിക്കായി പണം കൊടുത്തവർ ഇവരോട് ചോദിക്കുന്ന സമയത്താണ് മോശമായി പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച അതായത് ശങ്കറിന്റെ മേൽനോട്ടത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. കോട്ടയം സ്വദേശി നൽകിയ എഫ്ഐആറിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ ജനം ടിവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ എഫ്ഐആറിന്റെ പകർപ്പ് പറയുന്ന പോലെ 1,25,000 രൂപയാണ് വിസിറ്റിംഗ് വിസയ്ക്കും ജോലി കണ്ടെത്തുന്നതിനുമായിട്ട് ഇവർ ഓഫർ ചെയ്യുന്നത്. അതായത് 2 മാസത്തെ വിസിറ്റിംഗ് വിസയായിരിക്കും. ഈ വിസിറ്റിംഗ് വിസയിൽ ഭക്ഷണം, താമസം, ഫ്രീ വൈഫൈ, അതുപോലെ തന്നെ ഷാർജയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവയെല്ലാം നൽകും. അതോടൊപ്പം തന്നെ ഈ 2 മാസത്തിനുള്ളിൽ ഏതെങ്കിലും കമ്പനി, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ മിഷാപ്പ് ഡിജിറ്റൽ മീഡിയ എന്ന കമ്പനി ഗ്രാഫിക് ഡിസൈനർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ നൽകുന്നു എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിൽ ഏതാണ്ട് 10ഓളം യുവാക്കളെ ഇത്തരത്തിൽ ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകിയതിനു ശേഷം വിസിറ്റ് വിസ വഴി യു എയിലേക്ക് പറഞ്ഞു വിടുകയും തുടർന്ന് ഈ ജോലി ഇല്ലാത്ത ഘട്ടങ്ങളിൽ വരുമ്പോൾ കൺസൾട്ടന്റായി പ്രവർത്തിക്കാനായി പറയുന്നു. അതായത് കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഈ റിക്രൂട്ട്മെന്റിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നതായി അറിയുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കോട്ടയം സ്വദേശി നൽകിയ പരാതിയിൽ മേലാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. ഭർത്താവ് ശങ്കർ, ഭാര്യ കൃഷ്ണ എന്ന് വിളിക്കുന്ന രേഷ്മ, ഇവർ രണ്ടുപേരും ചേർന്ന തട്ടിപ്പ് നടത്തിയത്. മിനാക്കൽ ഡിജിറ്റൽ കൺസൾട്ടൻസി കഴക്കൂട്ടത്ത് ഈ ഏജൻസിയാണ് ആളുകളെ റിക്രൂട്ട്മെന്റ് ഇതിലേക്ക് കൊണ്ടുവരികയും CEO ആയി അതായത് യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു എയിലേക്ക് മിഷാപ്പ് ഡിജിറ്റൽ മീഡിയ ശങ്കറിന്റെ ഭാര്യയായ കൃഷ്ണയാണ് അതിന്റെ CEO എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫർ വഴിയാണ് ഏറ്റവും കൂടുതൽ പണം ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള രേഖകൾ ശേഖരിച്ചു വരുന്നുണ്ട്. ശങ്കർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി കൃഷ്ണയെയാണ് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയുള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ സ്ത്രീകളാണ് ഈ തട്ടിപ്പിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഒരു കൺസൾട്ടൻസി ഏജൻസി ആകുമ്പോൾ കൂടുതൽ സ്ത്രീകളെയാണ് ടെലികോളറും മറ്റു സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ സ്ത്രീകളെ കൂടുതൽ തൊഴിൽ നൽകാം എന്നതിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവരെ ടെലികോളർ ആക്കുകയും കൺസൾട്ട് ചെയ്യുകയും കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് തട്ടിപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എത്ര തുകയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുള്ളത്, എത്തരത്തിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം കോട്ടയം സ്വദേശിയുടെ പരാതിയിലാണ് പോലീസ് നടപടിയെന്ന് പറയുമ്പോൾ ഈ തട്ടിപ്പ് വളരെ വ്യാപകമായി സംസ്ഥാനത്ത് നടന്നു. എല്ലാ ജില്ലകളിൽ നിന്നും ഏജൻസി മുഖേന റിക്രൂട്ട്മെന്റ് നടത്തി പണം തട്ടി എന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യാപകമായ തട്ടിപ്പാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ. കൂടുതൽ പരാതിക്കാർ വരുമ്പോഴായിരിക്കുമല്ലേ ഈ തട്ടിപ്പിന്റെ ആഴം ടിൻഡു ഇപ്പോൾ സൂചിപ്പിച്ചില്ല എത്രയാണ് എന്ന് വ്യക്തമാവുക. തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴക്കൂട്ടം ആസ്ഥാനമാക്കി ഇതുപോലെ വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുമ്പാണ് റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്താണ്ട് 30ഓളം പേരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അവരൊക്കെ അവിടെ വഞ്ചിക്കപ്പെടുകയും ഒരുപക്ഷെ നിർബന്ധിത പട്ടാള സേവനത്തിന് വിധേയമാക്കപ്പെട്ടവരാണ്. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് തിരിച്ചു വന്നപ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരം സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാജ കൺസൾട്ടിംഗ് ഏജൻസികൾ അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ
ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതായത് ഏതാണ്ട് 10ഓളം പുരുഷന്മാർ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ 2 മാസം അവിടെ പോയി നിന്നതിന് ശേഷം ഇവർക്ക് വേണ്ടി കൺസൾട്ടന്റായി പ്രവർത്തിച്ച അല്ലെങ്കിൽ ടെലികോളേഴ്സായി പ്രവർത്തിച്ചിട്ട് പോലും ആ ശമ്പളം പോലും നൽകിയിട്ടില്ല. വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തായാലും കൃഷ്ണ യുഎയിലാണ്. യുഎഇ ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയിലേക്കാണ് ഇവരെ ഡിജിറ്റൽ ഗ്രാഫിക്സ് ഡിസൈനറും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ജോലികൾക്കും കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തുക ശമ്പളമാണ് വാഗ്ദാനം നൽകുന്നത്. പക്ഷേ ഈ വാഗ്ദാനം നൽകിയ തുകയൊന്നും ഇവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ 1.5 ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ ഏതാണ്ട് 15,000-20,000 രൂപയ്ക്ക് അകത്തെ ഈ നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് വിസയ്ക്ക് വേണ്ടി ചിലവാകുന്നുള്ളൂ. പക്ഷേ 1.5 ലക്ഷത്തോളം രൂപ ഇവർ അധികമായി നൽകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വ്യാപകമായി ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ട പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ലക്ഷ്മി. ടിൻഡുവാണ് വിവരങ്ങൾ നൽകിയത്.